ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിന്റെ അളവില് 3 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് നല്ല നൈസ് ആയിട്ടല്ല, കുറച്ചൊരു തരിതരിപ്പോട് കൂടി വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ഞാനിതൊരു സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം. ഇതുപോലെ നല്ല തരി ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യില്ലാന്നുണ്ടെങ്കിൽ ബട്ടറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. നെയ്യിലാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ആണ്. ഞാനിവിടെ പൊടിച്ചെടുത്ത ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഓരോരുത്തർക്കും വേണ്ടതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മെഷർമെന്റ് കപ്പിന്റെ 1/4 കപ്പ് അളവിൽ ഒരു പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു അവല് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ശർക്കര ഉരുകി വരുന്തോറും ഈ ഒരു അവലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഒപ്പം ഈ ഒരു തേങ്ങയും അവലും ശർക്കരയൊക്കെ നല്ലപോലെ ഈ ഒരു നെയ്യിലൊന്ന് ചൂടായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ശർക്കരയൊക്കെ അലിഞ്ഞ് ഈ ഒരു അവലൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന ടൈം വരേക്കും ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 1-2 മിനിറ്റ് മതി, അതിൽ കൂടുതൽ വേണ്ട. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് മാവിൽ ചെയ്തെടുത്താൽ മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഈ മാവൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കലക്കി എടുക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് റെഡിയായി കിട്ടും. അതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും വേണ്ട. ഈ മാവ് ഒരുപാട് ലൂസ് ആവാതെ കുറച്ച് കട്ടിയായിട്ടിരിക്കണം. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിതാ ഒരു സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം മനസ്സിലാവും. ഇതാണ് ഇതിന്റെ പരുവം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെ ചെറിയ വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഓരോ പ്രാവശ്യവും നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ കൈയൊന്ന് വെള്ളത്തിൽ നനച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നല്ലപോലെ കയ്യിൽ അമർത്തി എടുത്തിട്ട് വേണം ഈ ഒരു സൈസിൽ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് പൊടിഞ്ഞു പോകത്തില്ല. ഇപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ഇതുപോലെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ വളരെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എല്ലാം എടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. ഇപ്പോൾ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ എല്ലാം തയ്യാറാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു ബോൾസ് എടുത്ത് ഇതുപോലൊരു സ്പൂണിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് കോരി നമ്മൾ നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ എല്ലാം ഈ ഒരു മാവിലേക്ക് ഇട്ടിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിനായി സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം ഇട്ട് കൊടുത്തത് ഓരോ ഭാഗമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്ന് വേവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ വേവിച്ചെടുക്കണം. നല്ല സിമ്പിളാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി മാവുമാണ്. ഇപ്പോൾ ഇതെല്ലാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടാവും. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.